ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി. എന്നും നേരത്തെ കുളിക്കാറുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് എന്തായാലും പോകണമെന്ന് വെച്ചിട്ട് വേഗം വിളക്കൊക്കെ കൊളുത്തി ഞാൻ അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ് കേട്ടോ. ഞാനൊന്നും അറിഞ്ഞും കൊണ്ടല്ല ഇന്ന് അമ്പലത്തിൽ പോയി. പക്ഷേ അമ്പലത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുട്ടി നന്നായി അഷ്ടപതിയും ചൊല്ലുന്നു. കൃഷ്ണപ്രഭ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ബ്ലെസ്ഫുള്ളായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ കുറേ നേരം ഇത് കേട്ടിരുന്നു. ഭയങ്കരമായിട്ട് കണ്ണടച്ച് കേൾക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഭയങ്കര ഡെസ്പായിട്ടായിരുന്നു പോയത്. പക്ഷേ അമ്പലത്തിൽ പോയി അഷ്ടപതി അങ്ങോട്ട് കേട്ടപ്പോൾ ഭഗവാൻ എന്താ എനിക്ക് അത്ഭുതം പോലെ അത് കേൾപ്പിച്ച് തരാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസമുണ്ടല്ലേ ഈ പൂട്ട്കുഴിയുടെ അഷ്ടപതി കേൾക്കാനായിട്ട്. ഞാൻ കുറച്ച് നേരം കേട്ടു. ഇതിപ്പോൾ ശീവേലിയായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഏകാദശിയോടനുബന്ധിച്ചിട്ട് എല്ലാ വർഷവും ഇതുപോലെ ഏകാദശി സമയത്ത് ഇങ്ങനെ ശീവേലി ഉണ്ടാവും. ഇപ്രാവശ്യം ഈ കുട്ടിയുടെ അഷ്ടപതിയോട് കൂടിയിട്ടാണ് കേട്ടോ ശീവേലി നടത്തുന്നത്. ഞാൻ കുറേ നേരം കണ്ടു. നമ്മുടെ വെണ്ണക്കണ്ണനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റും ഈ ശിവേലിയോടും ഈ കുട്ടിയുടെ അഷ്ടപതിയോടും കൂടിയിട്ട് ഇങ്ങനെ ഭഗവാന്റെ പുറകിൽ പ്രദർശനമൊക്കെ വയ്ക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലാണ് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒട്ടുമിക്ക ദിവസങ്ങളും ജോലിയുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ പോവാറുണ്ട്. ഇപ്പം എനിക്ക് കുറച്ചായിട്ട് പോകാനൊന്നും പറ്റുന്നില്ല. അച്ഛന് കൂടി വയ്യാതിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഡെയിലി അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പോക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാക്സിമം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ എന്നെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാറുണ്ട് കേട്ടോ. ഇന്നപ്പോൾ എന്തായാലും വ്യാഴാഴ്ച അല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഇന്ന് പോയി വന്നിട്ടേ ബാക്കിയെല്ലാം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത്. അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം എനിക്ക് ഈ അഷ്ടപതി പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണ് ഭഗവാന്റെ വഴിക്ക്. എനിക്ക് ഈ കൊച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ. ഭഗവാൻ ഇങ്ങനെ തരുന്ന ഓരോ അത്ഭുതങ്ങൾ.
അപ്പോൾ ഞാനങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഭഗവാന്റെ തന്നെ ട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു നമ്മുടെ ഒരു വെണ്ണക്കണ്ണൻ്റെയും അതുപോലെ തന്നെ ഭഗവാൻ നാരായണൻ്റെ രൂപത്തിൽ ഉള്ള ഒരു വെണ്ണക്കണ്ണനുമായിട്ടുള്ള ഒരു അമ്പലം ട്രസ്റ്റിൻ്റെ വകയുള്ളതാണ്. ഞാൻ എപ്പോഴും ഇവിടെ തൊഴുതാൽ എപ്പോഴും അവിടെയും തൊഴും. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെയും കൂടി തൊഴുതിട്ട് വീട്ടിൽ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾക്ക് ഇവിടുത്തെ ഒരു കുറച്ച് ബാക്കിലായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിൽ ഡോറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താവശ്യപ്പെട്ടാലും നടത്തി തരുമെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പിന്നെ അങ്ങനെ ആവശ്യപ്പെടാറൊന്നുമില്ല, അവിടെ ചെന്ന് നാമം ചൊല്ലുകയാണ് ചെയ്യാറുള്ളൂ. നല്ലപോലെ ഈശ്വരനാമം ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് വരാറുള്ളൂ കേട്ടോ. ഞാൻ അവിടെ ശശി തിരുമേനിയാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കണേ. എല്ലാവരുമായിട്ട് നല്ല പരിചയം.